വന്നതാ. അവസാനം എനിക്ക് കിട്ടിയതും സംശയ രോഗിയായ ഒരു പൂതറ ഭർത്താവിനെ. ഈശ്വരാ, എത്തി. കാത്തോളേ ദൈവമേ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചിരിക്കുന്നേ? എന്റെ മോണി രണ്ടുപേരിൽ ഏതെങ്കിലും ഒന്നിലൊന്ന് തൊട്ടെ. എന്തിനാ? ഒന്ന് തൊടന്റെ മുത്തേ. ചേട്ടന്റെ ആഗ്രഹമല്ലേ, ഇതാ തൊട്ടും. ആഹാ, അപ്പാ സുജിത്താണല്ലേ നിന്റെ കള്ളക്കാൻ പോയി. നീ വലത്തെ വിരലാണെന്ന് തൊട്ടിരുന്നെങ്കിൽ പെയിന്റിംഗ് പണിക്കോയ സുരേഷ് ആയിരുന്നു. ഓ, വീണ്ടും തുടങ്ങിയ സംശയം. നിങ്ങൾ ഈ പറയുന്ന സുജിത്ത് ഒരു ചെറിയ പയ്യനല്ലേ? പയ്യൻ ഇടി ഓൾവോയിന്റെ ഇപ്പുറം ഓടുന്ന അതേ റോട്ടിൽ കൂടി തന്നെയാണ് ഞാനോക്കാറ് ഓടുന്നത്. ഇനി നിങ്ങൾ എന്നെ സംശയിച്ച ഞാൻ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് കെട്ടി തൂക്കിച്ചാകും. പണി പാടുമല്ലോ. ഓടുന്നു ഒരു തമാശ പറയാനും സമ്മതിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കി, ഇനി ഈ വീട്ടിൽ സംശയത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. നേരാണോ? ആ സത്യം. അത് കൊള്ളാം. ഇപ്പൊ നിനക്കായോ സംശയം? എന്റെ കൃഷ്ണ. ആരാണ് കൃഷ്ണൻ? നീ അവർ തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ തമ്മിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ടോ? ഫേസ്ബുക്കിൽ അവൻ നിന്റെ ഫ്രണ്ട് അടിയാടി. അയ്യോ, നിർത്തിക്ക്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. എന്നിട്ടും അവൾ ആ റൂട്ട് വിട്ടില്ല. 16,008 താമസിമാരുള്ള കൃഷ്ണൻ തന്നെ വിളിച്ചു. എന്തുകൊണ്ടാണ് ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ വിളിക്കാഞ്ഞേ? എന്നാ ഇനി രാമനെ തന്നെ വിളിച്ചേക്കാം. എന്റെ രാമ. എന്നെ ചേച്ചി വിളിച്ചേ, അങ്ങോട്ട് വന്നോ? വേണ്ട, ഇപ്പൊ ഞാനിവിടെ ഉണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ ഒളിച്ചും പാത്തും പതുങ്ങി വേലി ചാടി വാ. ചേട്ടാ, നിങ്ങൾ ഈ വീട്ടിൽ താമസത്തിന് വന്നതിന് ശേഷം ഞാൻ എന്റെ വീട്ടിൽ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. നീയൊക്കെ ഉറങ്ങാത്ത കൊണ്ടാണ് എന്റെ ഉറക്കം പോയത്. രാമ, നിനക്കറിയാമോ, കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ഇങ്ങനെ എന്നെ സംശയമാ. അല്ലടി, കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്റെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തിനാ ചേട്ടൻ ചേച്ചിനെ തന്നെ കെട്ടിയത്? വിട്ടായി തിന്നുമ്പോ ആരെങ്കിലും കരുതുവോ പിന്നീട് വലിയ മുഴു തിന്നു വന്നു? എന്തിനാ ചേട്ടാ തൊട്ടാനും പിടിച്ചാലൊക്കെ ഈ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാണ്? എടാ, നീ ഇല്ലാത്ത സമയത്ത് നിന്റെ ഭാര്യനെ ആരെങ്കിലും തൊടിയാൻ പിടിക്കുകയും ചെയ്താ നീ എന്ത് ചെയ്യും? അവന്റെ തലഞ്ഞ വെട്ടും. അത്രയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ ഞാൻ ദൈവത്തെ പോലെയാ കാണുന്നത്. എന്നിട്ടാണോ ചേട്ടാ ഈ ചേച്ചി ഇങ്ങനെ സംശയിക്കുന്നത്? നീ ഇതാ ഇങ്ങോട്ട് നോക്കി. ഇതെന്നാ? ദൈവത്തിന്റെ തലക്കിട്ടേ ചെലവൊക്കെ അടിച്ചതാ. ആരും ഈ നിൽക്കുന്ന ഭക്ത. ചേട്ടാ, ഉപദേശിക്കുവാണെന്ന് വിചാരിക്കരുത്. സ്ത്രീ ദേവിയാണ്, പ്രകൃതിയാണ്, അമ്മയാണ്. എന്നിട്ട് നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട്? അമ്മ വൃദ്ധസദനത്തില്. 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം അമ്മയ്ക്ക് അവിടെ അടിപൊളിയായിട്ട് ജീവിക്കാം. അതിനുള്ള പണി അമ്മ അവിടെ ചെയ്യുന്നുണ്ട്. കൊള്ളാം. സ്വന്തം തള്ളേനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ ഇവളുടെ സൈഡ് പറയാൻ വന്നേക്കുന്നു. ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല. നീ നന്നാവത്തി. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. നീ ഒരിക്കലും നന്നാവത്തി. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവില്ല. നിർത്തിക്കേ. ആര് പറഞ്ഞു നന്നാവില്ലെന്ന്? രണ്ടുപേരും നന്നായിട്ട് ഫുഡ് കഴിച്ചേ നല്ല തക്കട് മുണ്ടന്മാരാവും. ഇറങ്ങി പോടാ ഇവിടുന്ന്. ചേച്ചി, ഓടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ടൗൺ വരെ പോയിട്ട് വട്ടെ, എന്നിട്ട് ബാക്കി. ഇങ്ങനെ ഒരു സംശയ രോഗിയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. ആ പാലത്തിൽ നിന്ന് എടുത്ത് ചാടിയാലോ? അല്ലെങ്കിൽ വേണ്ട, പാലിൽ വിഷം ചേർത്ത് മരിക്കാം. ചേച്ചി, ഞാൻ SRS കമ്പനിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. അയ്യോ, ഇവിടെ ഒന്നും വേണ്ട. ചേച്ചി, സാരി ഉണ്ട്, ചുരിദാർ ഉണ്ട്, ടോപ്പ് ഉണ്ട്, എല്ലാം വെറൈറ്റി ഐറ്റംസാ. എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ ഒന്നും വേണ്ട. ചേച്ചി, ഇതൊന്ന് നോക്കിയേ. ഇതിന് കടയിൽ എന്ത് വില കൊടുക്കേണ്ടി വരും? ഒരു 1500 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. വെറും 350 രൂപയ്ക്ക് ഞങ്ങൾ തരാം. ഒരാത്തിന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ തന്നാ മതി. എല്ലാ ബുധനാഴ്ച ഞാൻ വന്ന് മേടിച്ചോളാന്ന്. എന്നാലും വേണ്ട. അതെ, എന്റെ ഭർത്താവിന് ഭയങ്കര സംശയമാ. നീ ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങി പോയാ പിന്നെ ഇനി അത് മതി. ഒന്നും സഹകരിക്കുക ചേച്ചി. ഞാനില്ലാത്ത പാരാള എന്റെ ഭാര്യയോട് സഹകരിക്കാൻ പറയുന്നത്. തൽക്കാലം ഒളിച്ചിരുന്നെല്ലാം കേൾക്കാം. ഇതെവിടം വരെ പോകുമെന്ന് അറിയട്ടെ. ഇത് ശരിയാവില്ലെന്നേ. എന്ത് ശരിയാവില്ലെന്ന്? എന്നാലും ചേട്ടനോട് ചോദിക്കാതെ. എന്റെ ചേച്ചി, ഇതിനൊക്കെ ആരെങ്കിലും ഭർത്താവിനോട് അനുവാദം ചോദിക്കോ? ചേച്ചിക്ക് ഇഷ്ടമായോ? അതാണ് പ്രധാനം. വളച്ചു റൂട്ടിൽ കൊണ്ടുവരുമോ? അല്ലടാ തെണ്ടി. എന്നാലും ഇത് ശരിയാവത്തില്ല. ചേച്ചിക്ക് അറിയാമോ, ചേച്ചിയെ പോലുള്ള 10 പേര് എനിക്ക് ഈ വാർഡിൽ തന്നെ ഉണ്ട്. അപ്പൊ നിനക്കിതൊരു കൃഷിയാ? അല്ലടാ പട്ടി. അപ്പുറത്തെ വീട്ടിലെ സുമംഗല ചേച്ചി ഇല്ലേ, പുള്ളിക്കാരിക്കും ചേച്ചീനെ പോലെ തന്നെയാ. ഭർത്താവ് പറഞ്ഞ വിഷയം പറഞ്ഞ് സമ്മതിക്കലായിരുന്നു. എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പോകാറുണ്ട്. എന്റെ ചേച്ചി കഴിഞ്ഞ ബുധനാഴ്ച അവരുടെ ഭർത്താവിനെ കയ്യോടെ പൊക്കി. എന്നിട്ട് എന്താ പുള്ളി പറയുക, ഇതിനൊക്കെ എന്താ അനുവാദം ചോദിക്കാതിരിക്കുന്നു, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ എന്ന്. അവനൊക്കെ ഒരു ഭർത്താവാണ്, പോയി ചാകാമേ. ചേച്ചി, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഇതൊക്കെ കണ്ടിട്ടും പ്രതികരിച്ചില്ലേ, പിന്നെ ഞാനൊരു പുരുഷനല്ലേ. രണ്ടിനെ ഇന്ന് തലക്കടിച്ച് കൊന്നിട്ട് തന്നെ ബാക്കിയായി. മോഹിക്കും നീർമിഴിയോടെ
ദാഹിക്കും ചേതന. പാലോ? എന്നാ പിന്നെ പാല് തന്നെ ആയിക്കോട്ടെ. അയ്യോ, ആ പാല് കുടിക്കില്ലേ? ആ പാലില് poison ചേർത്താ. കള്ളത്തരം പറയല്ലേ, ഇനി അത് പായസമൊന്നും ചേർത്തിട്ടില്ല. പായസമല്ലടാ പൊട്ടാ, poison, വിഷം ചേർത്തതാന്ന്. അയ്യോ, ദേ ചേട്ടൻ വന്നു. എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്കോ? ഞാനെന്തിനാ വിളിക്കുന്നത്? ദൈവമേ, ഞാൻ പറഞ്ഞില്ലേ, അങ്ങേർക്ക് ഭയങ്കര സംശയം. നമ്മള് രണ്ടുപേരും കൂടെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യുദ്ധം നടക്കും. ആണോ? എന്നാ ഞാൻ ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം. ചേച്ചി എങ്ങനെയാണ് ചേട്ടനെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോകും? അന്നേരം ഞാൻ ഓടി രക്ഷപ്പെടാം. ആഹാ, ചേട്ടൻ വന്നോ? അതെന്താടി ഞാൻ വരേണ്ടായിരുന്നു? അല്ല, വരണം പിന്നെ. എന്താടി നിന്ന് പരിങ്ങുന്നത്? ഏയ്, ചേട്ടന് തോന്നല. എല്ലാ തോന്നലും ഞാൻ ഇന്നത്തെ കൊണ്ട് തീർക്കൊടി. ആരാടി ഇപ്പൊ ഇവിടെ പാല് കുടിച്ചത്? കൊഞ്ഞിനെ കൊണ്ടാണ് കാര്യം പറയുന്നത്. ഞാനാ. നീ എന്തിനാണ് ഇപ്പൊ പാല് കുടിച്ചത്? ടെൻഷൻ കൊണ്ടാ. ഓഹോ, ടെൻഷൻ വന്നാൽ ഉടനെ ചാടിക്കാൻ പാല് കുടിക്കും. പിന്നെ അങ്ങനെയാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. അവർ 24 മണിക്കൂറും പാല് കുടിയല്ലേ. ചേട്ടാ, വാ, നമുക്ക് അകത്തേക്ക് പോവാം. എന്തിന്? വാ ചേട്ടാ, കാര്യം പറയടി. വാ ചേട്ടാ. എന്താടി പാട്ട് പാടിയപ്പോ ഇക്കിള്? അതിന് ഹൈപ്പിച്ച് പാടിയപ്പോ ഇക്കിളെടുത്തതാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ യേശുദാസൊക്കെ ഇക്കിള് വന്ന് ഊപ്പാട് വന്ന് കാണുമല്ലോ. അതിന് അങ്ങനെ എന്തോരം പാട്ടാ കൈപ്പിച്ച് പാടിയേക്കുന്നത്. ഒരു കാര്യം ചെയ്യ്, നീ ലോപ്പിച്ചിരുന്ന് പാടിക്കേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇക്കിളിട്ട കൊല്ലിന്. ആരെടി നീ ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞത്? അയ്യോ, ഞാനത് എന്നോട് തന്നെ പറഞ്ഞതാ. സെയിൽസ്മാനാ. അതല്ല, സെയിൽസ്മാൻ. സെയിൽസ്മാൻ എനിക്ക് അതെല്ലാം അറിയാൻ പറ്റും. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വരുമ്പോ തന്നെ ചിലവന്മാരുടെ സൈക്കിൾ പഞ്ചറാകുന്നു, ബൈക്കിന്റെ ബ്രേക്ക് പോകുന്നു, കാറിന്റെ ഡീസൽ തീരുന്നു. എന്നാ പ്രവചാന്നറിയാൻ പറ്റും. ഇതൊക്കെ പോട്ടെ നോക്കാം. ഒരു പൂച്ച പോലും വട്ടം ചാടാത്ത ഈ റോട്ടിൽ വരുമ്പോ എന്നാ ഓടടിയാ. ആഹാ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൊണ്ടടി, പക്ഷെ സുധാകരൻ മൈൻഡ് ചെയ്തില്ല. അത് എന്നാന്നറിയാമോ ചേട്ടാ, ഇതൊരു വളവിങ്കലല്ലേ, അപ്പൊ അപകടം കൂടാതെ വളയ്ക്കാൻ വേണ്ടിയാ. വളയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാടി. എന്താടി? ഒന്നും അറിയാൻ പറ്റും. ഉള്ളാടി, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ ലവ് ലെറ്റർ. ഇത്രയും നാളും എനിക്ക് തെളിവില്ലായിരുന്നു, ഇപ്പൊ അതുമായി. ഇത് വായിച്ചു തീർന്ന അപ്പ ഡൈവോഴ്സ്. പ്രിയപ്പെട്ട ചേട്ടൻ അറിയുന്നത് ഇതെനിക്കാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വെറുതെ എന്നെ സംശയിച്ചു. തുള്ളാടി തുള്ളാതെ വാക്കൂടെ വായിക്കട്ടെ, എന്നിട്ട് പറയും. ചേട്ടന്റെ ഭാര്യയും ഞാനും തമ്മിൽ അല്പനേരമേ ഇടപഴകിയുള്ളൂ എങ്കിലും എന്തിനാടാ ഒരുപാട് സമയം. ചേച്ചിയുടെ മഹാമനസ്കത എനിക്ക് കാണാൻ സാധിച്ചു. കണ്ടോ, ചേച്ചിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയ ചേട്ടൻ ഭാഗ്യവാനാണ്. ഇനി ചേച്ചിയെ ഒരു കാലത്തും സംശയിക്കരുത് എന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ചേട്ടനെ വെട്ടി ചോടിപ്പോയ സെയിൽസ്മാൻ ജയ്പോൽ. കണ്ടോ, ഇത്രയും വർഷം നിങ്ങൾ എന്റെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. വെറും 5 മിനിറ്റ് എന്റെ കൂടെ ഇരുന്ന് ആ സെയിൽസ്മാൻ എന്നെ മനസ്സിലായി. ഇനി നിങ്ങളുടെ ഒടുക്കത്തെ സംശയമായിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്താം. ഇന്നത്തെ കൊണ്ട് സംശയം ഞാൻ നിർത്തി. സത്യം? സത്യം, നീയാണ് സത്യം. ഓ, കുടുംബം കേൾക്കാൻ ഓരോരുത്തന്മാരും വന്നോളും. എന്റെ സുമേ, അങ്ങനെ നിന്നെ സംശയിക്കാനേ ഞാൻ തളത്തിൽ ദിനേശനല്ല, മടത്തിപ്പരമ്പിൽ സുധാകരനാ. നീ വന്നേ.